അശുദ്ധാത്മാവ് പോയി കഴിയുമ്പം അത് തിരിച്ചു കയറാൻ നോക്കും. അങ്ങനെ ഇറങ്ങി പോകുന്നവ തിരിച്ചു കയറാൻ നോക്കും. തിരിച്ചു കയറാൻ നോക്കി കഴിയുമ്പോൾ അവൻ ആദ്യം പരിഗണിക്കുന്നത് ആരും ഇറങ്ങിപ്പോയോ ആ വ്യക്തിയാണ്. അങ്ങനെ കയറാൻ ഇട വന്നാൽ അത് ഈശോ പറയുകയാണ്, പോയ ഒരെണ്ണം ഒറ്റയ്ക്കല്ല വരിക, 7 കൂടെ കൂട്ടിക്കൊണ്ട് വരും. അപ്പൊ 7 ഇരട്ടി. വിശുദ്ധന്റെ അടുത്ത് പറയാണ്, ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായിട്ട് തീരുന്നു. ഈ അവസ്ഥ ഉണ്ടാകും. ഈശോ ഒരിക്കലും ബഹിഷ്കരണ ശുശ്രൂഷ നടത്തിയിരുന്ന ആളല്ല. ഈശോ എപ്പോഴും ദൈവരാജ്യ ശുശ്രൂഷ നടത്തിയിരുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് അങ്ങനെ തന്നെ ആയിരിക്കണം, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആയുധമായിട്ടും അടയാളമായിട്ടും ബഹിഷ്കരണ ശുശ്രൂഷ നമുക്ക് വേണം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഫോക്കസ് വിട്ടിട്ട് ഡെലിവറൻസ് ശുശ്രൂഷ എക്സസ് മാത്രമായിട്ട് പോകുന്നതിനകത്ത് അല്പം കരുത്തില്ലായ്മ ഉണ്ട് താനും. എന്താണ് കരുത്തില്ലായ്മ? ഡെലിവറൻസ് എന്ന് പറയുന്നത് അതിൽ തന്നെ പൂർണ്ണതയല്ല. നമുക്കറിയാം മത്തായി 12:43, 44, 45 തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിയുമ്പം അത് ആശ്വാസമില്ലാതെ അലഞ്ഞു നടക്കുന്നു, അത് തിരിച്ചു വന്ന് കയറാൻ നോക്കുന്നു. അപ്പോൾ ആ വീട് ആളൊഴിഞ്ഞതായിട്ട് കാണുന്നു. അതൊരു വ്യക്തിയാണ് നമുക്കറിയാം. അശുദ്ധാത്മ ഒരു വ്യക്തിയെ വിട്ടു പോകുമ്പോഴെന്നാണ് മത്തായി 12:43 പറയുന്നത്. വ്യക്തിയാണ്. അപ്പൊ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വന്ന് കയറാൻ നോക്കും, ആളൊഴിഞ്ഞ് കാണുന്നു. അപ്പോഴത് പോയിട്ട് തന്നേക്കാൾ ദുഷ്ടരായ വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ആ മനുഷ്യനിൽ കയറി വാസം ഉറപ്പിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. അങ്ങനെ അവന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനൊക്കെ ശോചനീയമായി തീരും. ഈ ദുഷിത തലമുറ ഇതായിരിക്കും സംഭവിക്കുക. അപ്പൊ ഇവിടെ 2 കാര്യങ്ങള്. ഒന്ന്, ഈ അശുദ്ധാത്മാവ് പോയി കഴിയുമ്പം അത് തിരിച്ചു കയറാൻ നോക്കും. ഈശോയുടെ ബഹിഷ്കരണ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മർക്കോസ് 9 കാണുന്ന ഒരപ്പൻ മോഹനങ്ങളുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ 14 നല്ല വാക്യങ്ങള്. ആ ഒരു ബഹിഷ്കരണ സംഭവത്തിന് മാത്രമാണ് ഒരു പ്രത്യേക പരാമർശനം ഈശോ പറയുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. അങ്ങനെ ഈശോ എടുത്തു പറയുകയാണ്. മർക്കോസ് 9:25 വാക്യത്തിൽ, മൂകനും അധീനമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. ഇങ്ങനെ ഒരു പറച്ചിൽ വേറെ ഒരു ബഹിഷ്കരണ സംഭവത്തിലും വചനത്തിൽ കാണുന്നില്ല. ഇവിടെ മാത്രം ഈശോ എന്തുകൊണ്ടത് പറഞ്ഞു? അപ്പം മറ്റ് ബഹിഷ്കരണ സംഭവങ്ങളിലെല്ലാം ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കും, തിരിച്ച് വീണ്ടും ഈ പൈശാചിക അരുവി കയറാനുള്ള സാധ്യത ഇറ്റ് ഈസ് സംഹൗ കെപ്റ്റ് ഓപ്പൺ. സംഹൗ കെപ്റ്റ് ഓപ്പൺ. ഈ സംഹൗ എങ്ങനെയാണ്? ഈ ഇറക്കി വിടുക എന്നുള്ളൊരു പ്രക്രിയ ഒരു പക്ഷേ താരതമ്യേന എളുപ്പമാണെന്ന് സൂചന ഇതിനകത്തുണ്ട്. മത്തായി 12:43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ എങ്ങനെ, അത് ഈശോ പറയുന്നില്ല. അത് പറയുന്നില്ല. നമ്മൾ ഈശോയുടെ നാമം ഉപയോഗിക്കുമ്പം, പൗരോഹിത്യ അഭിഷേകത്തിൽ നിൽക്കുമ്പം, വചനം പറഞ്ഞുകൊണ്ട് ആജ്ഞാപിക്കുമ്പം, പ്രാർത്ഥന കരുത്തോടെ ആജ്ഞാപിക്കുമ്പം തിന്മ ഇറങ്ങിപ്പോയെന്ന് വരും. സ്കേബാട് 7 പുത്രന്മാര് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 19, 13, 14 വാക്യം കാണാമല്ലോ. സ്കേബാട് 7 പുത്രന്മാർ അശുദ്ധാത്മാക്കളും ഈശോയുടെ നാമം പ്രയോഗിച്ചു നോക്കി അശുദ്ധാത്മാക്കൾ ബഹളം വെച്ച് ഇറങ്ങി. അപ്പം അവർക്ക് ആധികാരികത ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉപദ്രവം കിട്ടി. പക്ഷേ അശുദ്ധാത്മാവ് ഇറങ്ങി, ഇളകി ബഹളം വെച്ച് ഇറങ്ങി. അപ്പം അങ്ങനെ നമുക്ക് ഇറക്കി വിടാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് സന്തോഷമായിട്ട് പോകുന്നല്ല ഒരിക്കലും. ഈ ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു കയറാൻ നോക്കും. തിരിച്ചു കയറാൻ നോക്കുമ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു കയറാൻ ആദ്യം പരിഗണന എടുക്കുക. ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ വീട്ടിലേക്ക് ചെല്ലും. മത്തായി 12:43, 44 നമുക്കത് കാണാം. ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. 44 വാക്യം. നമുക്കറിയാം, നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ആദ്യമായിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി. ഇപ്പോൾ ഈ മലപ്രദേശത്ത് എറണാകുളത്ത് പരിചയമില്ലാത്ത ഒരാളെ കൂട്ടിക്കൊണ്ട് ആരെങ്കിലും ഷോപ്പിങ്ങിന് പോയി, ഷോപ്പിംഗ് എല്ലാം നടത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരമായപ്പം ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പരിചയമുള്ള ആൾ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണം, വൃത്തി, ചെറിയ റേറ്റേ ഉള്ളൂ. തിരിച്ചു പോന്നു. പിറ്റേ ആഴ്ചയോ പിറ്റേ മാസമോ ഈ കൂട്ടിക്കൊണ്ട് പോകപ്പെട്ട ആളിന് വീണ്ടും എറണാകുളത്തിന് പോകേണ്ടി വരുന്നു. വേറെ ആരെയും കൂട്ടിക്കൊണ്ട് അങ്ങേര് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഭക്ഷണം കഴിക്കാൻ ആവശ്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തി പരിഗണിക്കുന്നത്, കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പം കയറിയൊരു ഹോട്ടലുണ്ട്, നല്ല ഹോട്ടൽ, അതിൻ്റെ പേര് ഇതാണ്, എവിടെ കൃത്യം അറിയത്തില്ല, ഒന്ന് അന്വേഷിക്കാം, അടുത്തെങ്ങാനുമാണ്, നമുക്ക് അവിടെ പോകാം. അപ്പം നമുക്ക് അറിയാവുന്നിടത്തോട്ട് ചെന്ന് കയറാൻ ഒരു പ്രേരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അറിയാൻ മേലാത്ത കാണുന്ന നമുക്ക് ശങ്കിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചു കയറാൻ അവൻ ഇങ്ങനെ തത്രപ്പെട്ട് നടക്കുമ്പം
അവൻ ആദ്യം പരിഗണിക്കുന്ന അവൻ അറിയാവുന്ന വ്യക്തികളെയാണ്, കേസുകളാണ്. അപ്പം നമ്മളൊരു വ്യക്തിയിൽ നിന്നും പൈശാചിക അരൂപിയെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൗരോഹിത്യ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വചനത്തിൻ്റെ കരുത്തിൽ, ഈശോ നാമത്തിൻ്റെ കരുത്തിൽ, പ്രാർത്ഥന കരുത്തിൽ ഇറങ്ങിപ്പോയെന്ന് വരും. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവ തിരിച്ചു കയറാൻ നോക്കും. തിരിച്ചു കയറാൻ നോക്കിക്കഴിയുമ്പോൾ അവൻ ആദ്യം പരിഗണിക്കുന്നത് ആരും ഇറങ്ങിപ്പോയോ ആ വ്യക്തിയാണ്. അങ്ങനെ കയറാൻ ഇട വന്നാൽ അത് ഈശോ പറയുകയാണ്, പോയ ഒരെണ്ണം ഒറ്റയ്ക്കല്ല വരിക, 7 കൂടെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ 7 ഇരട്ടി. വിശുദ്ധനെ എടുത്ത് പറയാണ്, ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായിട്ട് തീരുന്നു. ഈ അവസ്ഥയുണ്ടാകും. നമ്മളിത് വചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ഊന്നിയത് ദൈവരാജ്യമാണ്, ബഹിഷ്കരണ ശുശ്രൂഷയല്ല, ദൈവരാജ്യമാണ്. അപ്പം നമുക്ക് ഊന്നൽ അവിടെ വരണം. അതിൻ്റെ മെച്ചം എന്താണ്? ഇവിടെ നമ്മൾ പറയുന്നത് കാണുന്നുണ്ടല്ലോ, 44 വാക്യം മത്തായി 12, അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞ് കാണുന്നു. ആളൊഴിഞ്ഞ്, അടിച്ചുവാരി സജ്ജീകരിക്കപ്പെടുന്നെടുത്ത് പറയുന്നുണ്ട്. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിട്ടും ആളൊഴിഞ്ഞ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ചില വ്യക്തികളുണ്ട് നല്ല ആദർശ ധീരതയോടെ ആദർശ ചിട്ടയോടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ലൈഫ് മുഴുവൻ നല്ല ചിട്ടയിലാണ്, ആദർശവാന്മാരാണ്. പക്ഷേ ദൈവവിശ്വാസമില്ല. ജീവിതം എത്ര ചിട്ടയെ കൊണ്ടായാലും നമ്മൾ ആളുള്ള വീടാകുന്നത് ദൈവം കൂടെ ഉള്ളപ്പോഴാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് വചനം ആവർത്തിച്ച് പറയാൻ നമുക്കറിയാമല്ലോ, അതിനൊന്നും ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്ന അറിഞ്ഞുകൂടെ? എത്രയോ വചനങ്ങൾ അങ്ങനെ കിടക്കുന്നത്. 1 കൊരിന്തോസ് 3:17, 18, 19, 1 കൊരിന്തോസ് 6:19, 20 വാക്കുകൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ സ്വന്തമല്ല. 2 കൊരിന്തോസ് 13:5 വാക്യം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ. എന്താണ് പരീക്ഷ? അപ്പസ്തലൻ പറയുന്നത് 2 കൊരിന്തോസ് 13:5. പരീക്ഷ എന്താണ് പറയുന്നത് നമുക്കറിയാം. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയെ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കുക. ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന ആഹ്വാനം ദൈവം കൂടെയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പർദീസയിലെ അവസ്ഥ അതായിരുന്നല്ലോ. പർദീസയിലെ അവസ്ഥ ദൈവത്തോടു കൂടെ ആദ്യ മാതാപിതാക്കൾ ഒരുമിച്ച് വസിച്ചിരുന്ന അനുഭവം, അതാ പർദീസ. ഉൽപ്പത്തി 2 കാണും, ദൈവം കൂടെയുണ്ട്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവമായ കർത്തോട്ട് ഉല്ലാത്തവരുമാർ ദൈവത്തോടു കൂടെ ആയിരുന്നു. പാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പർദീസയ്ക്ക് പുറത്തായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർ ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പം ഉൽപ്പത്തി 3:8 വാക്യം, ഉൽപ്പത്തി 3:8 വാക്യത്തിൽ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഇവർ ഓടി. ദൈവം വിളിച്ചു, ആദം നീ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഭയം, കാലൊച്ച കേട്ടു, അതുകൊണ്ട് ഭയമായതുകൊണ്ട് ഞങ്ങൾ ഓടിയതാണ്. അവർക്ക് മരത്തിൻ്റെ കുറ്റിക്കാടിൻ്റെ പുറകിൽ അവർ ഒളിച്ചിരിക്കുക, വിളിച്ചിട്ടും വരുന്നില്ല. ദൈവത്തിൽ നിന്നും ഓടി അകലുന്ന മനുഷ്യർ, അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജാണല്ലോ, അടയാളമാണ് അവർ പർദീസയ്ക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അതുകൊണ്ടാണ് രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പം ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇപ്പം പാപം വഴിയായിട്ട് മനുഷ്യവർഗത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം ദൈവം കൂടെ ഇല്ലാത്തവരായിട്ട് മാറി, ദൈവത്തെ സാമീപ്യം എടുക്കാൻ പറ്റാത്തവരായിട്ട് മാറി, ദൈവത്തിൻ്റെ സമീപം വരുമ്പോഴേ ഓടുന്നവരായിട്ട് മാറി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പരിഗണിക്കേണ്ടതാണ്. ആ ഒരു ദുരന്തം മാറ്റാൻ ആ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വെളിപാട് 7 സ്വർഗത്തിലുള്ള വലിയ സമൂഹം, അവരെക്കുറിച്ച് പറയുമ്പോൾ വെളിപാട് 7 2 കാര്യം അവരെക്കുറിച്ച് പറഞ്ഞ കണ്ടല്ലോ. ഞെരുക്കത്തിൽ കൂടെ കടന്നു വന്നവരാണ്, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അങ്കിൽ കഴുകി വെളുപ്പിച്ചവരാണ്. അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യം 15 വാക്യം, വെളിപാട് 7:15, ഇവർ അതുകൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനം നിൽക്കുകയും അവിടുത്തെ ആലിത രാപകൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. കണ്ടോ, സാന്നിധ്യത്തിൻ്റെ കൂടാരം, സ്വർഗത്തിൻ്റെ വേറൊരു വേഡിങ് ആണത്. എന്താണ് സ്വർഗം? ദൈവ സാന്നിധ്യം, ദൈവത്തോടൊപ്പമായിരിക്കുക, അതാ സ്വർഗം. നമുക്കറിയാം അതൊരു സ്ഥലമായിട്ടല്ല വചനം അവതരിപ്പിക്കുന്നത്, അതൊരു അനുഭവമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നതും ഐഹികമല്ല. പിലാത്തോസ് ഈശോ പറഞ്ഞു, ഇത് ഐഹികമല്ല, ആന്തരികമാണ്, ഒരവസ്ഥാ വിശേഷമാണ്. അപ്പം സാന്നിധ്യത്തിൻ്റെ കൂടാരം, അതാണ് പർദീസയിലെ പാപം ഉണ്ടായപ്പം ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയത്. അതാണ് പിന്നെ ദൈവം നമ്മോടുകൂടെ എമ്മാൻ ആ വാക്ക് വഴിയായിട്ട് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. മോശയുടെ ദൈവാനുഭവം നമ്മൾ വായിക്കുമ്പോഴും പുറപ്പാടിലും സംഖ്യയിലും ഒക്കെ കാണാമല്ലോ.
സമാഗമ കൂടാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടായിരുന്നു. മോശ ഒരിക്കൽ പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളെക്കാളും ഭാഗ്യപ്പെട്ടവരാ. കാരണം ദൈവം ഇങ്ങനെ കൂടെയുള്ള ഒരു ജനത വേറെ ഏതാ ഉള്ളത്? ദൈവം കൂടെ ജനത വേറെ ഏതാ ഉള്ളത്? അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ആത്യന്തികമായിട്ട് ഉന്നം വെക്കേണ്ടതും നമുക്ക് വേണ്ടി വചനം വാഗ്ദാനം ചെയ്യുന്നതും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നുണ്ട്, ദിവികാരുണ്യം നമ്മൾ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ 6:56, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവം എന്നിൽ, നാം ദൈവത്തിൽ വസിക്കുന്ന അനുഭവം വരുന്നു. ദിവികാരുണ്യ സ്വീകരണം വഴി നമുക്ക് തമ്പുരാൻ ഉന്നം വെച്ചിരിക്കുന്ന ഏറ്റവും ആഴപ്പെട്ട അനുഭവം ഞാൻ അവരിലും അവരെന്നിലും ആയിരിക്കും. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 18, 19, 20 വായിക്കുമ്പോഴും, യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 18, 19 വായിക്കുമ്പോൾ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തിവലയത്തിലാണ്, പക്ഷേ സത്യസ്വരൂപൻ വന്നു, അവിടുത്തെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകി. അതുകൊണ്ട് എന്താ, നമ്മൾ സത്യസ്വരൂപനിലാണ്. 20-ാം വാക്യം, നമ്മൾ സത്യസ്വരൂപനിലാണ്, സത്യസ്വരൂപം നമ്മളുമാണ്. അതുകൊണ്ട് എന്താ, ദുഷ്ടൻ അവനെ തൊടുകയില്ല, ദുഷ്ടൻ അവനെ തൊടുകയില്ല. അപ്പൊ ദൈവം ഉള്ളിൽ വസിക്കുന്ന അനുഭവം തിരിച്ചറിയുക, സ്വന്തമാക്കുക, നമ്മൾ ദൈവത്തിൽ വസിക്കുക. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദുഷ്ടൻ തൊടുകയില്ലാത്ത ദൈവമക്കളുടെ സംരക്ഷണം നമുക്ക് സ്വന്തമാവുക.